വടകരയിലേക്ക് ആളെ വേണം. വടകരയിൽ മത്സരിക്കാനുള്ള ഹൈക്കമാൻഡ് നിർദ്ദേശം നിരസിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന പൊതുവികാരത്തെ തുടർന്നാണ് മുല്ലപ്പള്ളിയോട് മത്സരിക്കാൻ മുകുൾ വാസ്നിക് ആവശ്യപ്പെട്ടത്. അതേസമയം കേരളത്തിലെ 4 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകാനുള്ള സാധ്യത മങ്ങുന്നു. രാഹുൽ ഗാന്ധി കർണാടകയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷമേ പ്രഖ്യാപനമുണ്ടാകൂ. ഈ സാഹചര്യത്തിൽ നാളെ ഉച്ചയ്ക്ക് മുൻപ് മാത്രമേ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. 4 സീറ്റുകളിൽ അനിശ്ചിതത്വം ഉണ്ടായിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിലിപ്പോൾ 3 എണ്ണത്തിലും കാര്യങ്ങൾ ഏറെക്കുറെ ക്ലിയറായി കഴിഞ്ഞിരിക്കുകയാണ്. 4ാമത്തെ സീറ്റിനെ ചൊല്ലി ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാനില്ലെന്ന് ഉറപ്പിച്ചു പറയുന്ന സാഹചര്യത്തിൽ ഇനിയൊരു പുതിയ പേര് വടകരയിൽ ഉയർന്നു വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? അമീന, 4 തർക്ക മണ്ഡലങ്ങളിൽ 3 എണ്ണത്തിലും തീരുമാനം ഏറെക്കുറെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഇനി ഹൈക്കമാൻഡിന്റെ അംഗീകാരമാണ് വേണ്ടത്. അതേസമയം വടകര മണ്ഡലത്തിൽ അത്രമേൽ ശക്തരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു സാഹചര്യമാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. വടകരയിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന പേരുകൾ പ്രവീൺ കുമാറിന്റെയും സജീവ് മാറോളിയുടെയുമാണ്. ഈ പേരുകൾ അവിടെ പി ജയരാജനെതിരെ രാഷ്ട്രീയമായ വലിയ മത്സരം കാഴ്ചവെക്കാൻ കഴിയാത്ത സ്ഥാനാർത്ഥികളായി ഇവരെ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാമെന്നൊരു ആശങ്കയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. ഇതടക്കമുള്ള പേരുകൾ ഹൈക്കമാൻഡിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുണ്ട്. വയനാട് ടി സിദ്ദിഖിന്റെ പേരാണ് ഏറ്റവും ഒടുവിൽ വലിയ മുൻതൂക്കത്തോടു കൂടി ഇടം നേടിയിരിക്കുന്നത്. ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ, അതേസമയം ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെ പേരാണ് ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്നത്. ഈ 4 മണ്ഡലങ്ങളിലേക്കുള്ള പേരുകൾ ഇന്ന് നടന്ന മാരത്തോൺ ചർച്ചകൾക്ക് ശേഷം രാഹുൽ ഗാന്ധിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരാണ് മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ഈ പേരുകളിൽ ധാരണയാക്കിയത്. മുല്ലപ്പള്ളി കേരളത്തിന് ചുമതലയുള്ള മുകുൾ വാസ്നിക്കിന് ഈ പട്ടിക കൈമാറുകയും ചെയ്തു. ഇപ്പോൾ രാഹുൽ ഗാന്ധി കർണാടകയിലാണ്. അദ്ദേഹം കർണാടകയിൽ നിന്നും രാത്രി 10 മണിക്ക് ശേഷം മാത്രമാണ് ഡൽഹിയിൽ തിരിച്ചെത്തുക. അതിനുശേഷമായിരിക്കും ഈ പട്ടിക പരിഗണിച്ചുകൊണ്ട് പേരുകൾക്ക് അന്തിമ അംഗീകാരം നൽകി അത് AICC വാർത്താക്കുറിപ്പായി സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. പക്ഷേ ഇന്ന് രാഹുൽ എത്തുന്നത് വൈകുകയും ഈ ഫയൽ പരിശോധിക്കുകയും ചെയ്യാതിരുന്നാൽ നാളെ ഉച്ചയ്ക്ക് മുമ്പ് മാത്രമാണ് പിന്നീട് തീരുമാനത്തിനായി സാധ്യതയുള്ളത്. ഏതായാലും വയനാട്ടിലെ വടകരയിലെ തർക്കത്തിലേക്ക് തന്നെ വരാം. വടകരയിൽ ഈ 2 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചാൽ അത് ഗുണം ചെയ്യില്ല പാർട്ടിക്കെന്ന വ്യാപകമായ അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. അത് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ഒക്കെ തന്നെയുണ്ട്. മാത്രമല്ല കോൺഗ്രസിന് വടകരയിൽ നിരുപാധികമായ പിന്തുണ പ്രഖ്യാപിച്ച RMPയും ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തരുതെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സമീപത്തുള്ള മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് നേതൃത്വത്തോടും AICCയോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ശക്തരായ സ്ഥാനാർത്ഥികളെ ഇവിടെ നിർത്തണം, അല്ലെങ്കിൽ അത് വടകര മണ്ഡലത്തിലെ മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിലെയും വിജയ സാധ്യതയെ ബാധിക്കുമെന്നുള്ളതാണ്. അത് പ്രതികൂലമായി മൊത്തത്തിൽ മലബാറിനെ ബാധിക്കുമെന്നൊരു ആശങ്ക കൂടി ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. വലിയ സമ്മർദ്ദം ശക്തമാക്കുകയും VM സുധീരൻ തന്നെ മുകുൾ വാസ്നിക്കിനെ വിളിച്ച് മുല്ലപ്പള്ളിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ മുല്ലപ്പള്ളി വഴങ്ങാൻ തയ്യാറായിട്ടില്ല. അധികം തന്റെ മുൻ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. താൻ മത്സരിക്കാനില്ല, ഇക്കുറി മത്സരിക്കാനില്ല എന്ന് താൻ നേരത്തെ പറഞ്ഞതാണെന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഹൈക്കമാൻഡ് ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന പട്ടികയിലുള്ള ആർക്കെങ്കിലും അംഗീകാരം നൽകുമോ, അല്ല രാഹുൽ ഗാന്ധി മുല്ലപ്പള്ളിയെ വീണ്ടും അനുനയിപ്പിക്കുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ശരി, ഡൽഹിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലെ ഗ്രൂപ്പ് തർക്കത്തിൽ അതൃപ്തി പരസ്യമാക്കി VM സുധീരൻ. ഗ്രൂപ്പ് തർക്കം ജനങ്ങളുടെ മനസ്സുമടുപ്പിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായിരുന്ന രാഷ്ട്രീയ സാഹചര്യം ഗ്രൂപ്പുകൾ തമ്മിലടിച്ചില്ലാതാക്കുന്നു. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിൽ വേദനയുണ്ടെന്നും സുധീരൻ പറഞ്ഞു. ഗ്രൂപ്പ് അതിപ്രസരവും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വിലപേശലും ഗ്രൂപ്പ് കടുംപിടുത്തവും മൂലം വളരെ ഭംഗിയായി നടക്കേണ്ട സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോകുന്നതിൽ, കാലതാമസം എടുക്കുന്നതിൽ, അതുമായി ബന്ധപ്പെട്ട അനാരോഗ്യകരമായ ചർച്ച മുന്നോട്ട് പോകുന്നതിൽ വളരെയേറെ വിഷമമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ വിമർശനവുമായി മുതിർന്ന നേതാവ് PJ കുര്യൻ. 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം ഇത്രയേറെ വലിച്ചു നീട്ടിയത് ശരിയായില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച പറ്റി. സീറ്റ് നിർണയത്തിൽ ജയസാധ്യതയാകണം മുഖ്യ പരിഗണനയെന്നും PJ കുര്യൻ ന്യൂസ് 18നോട് പറഞ്ഞു. സ്വന്തം അനുയായി അല്ലെ സ്വന്തം ഗ്രൂപ്പ് എന്ന് നോക്കാതെ മെറിറ്റ് അടിസ്ഥാനപ്പെടുത്തി മാത്രം പറയേണ്ടത് നേതാക്കന്മാരുടെ കടമയാണ്. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ നേതാക്കന്മാർ. പക്ഷേ അവിടെ ചില നേതാക്കന്മാർ വീഴ്ച വരുത്തുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഈ തർക്കം നീട്ടിക്കൊണ്ടു പോയതുകൊണ്ടാണ്
ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണെങ്കിലും മറിച്ചാണെങ്കിലും നേതാക്കന്മാർ അഭിപ്രായം പറയുകയും ആ കമ്മിറ്റിയിൽ തന്നെ അഭിപ്രായം പറയുകയും അവിടെ ഒരു തീരുമാനം ഉണ്ടാകുകയും ചെയ്യണമായിരുന്നു. ഇതിപ്പോൾ എത്ര ദിവസമാണിത് ഇങ്ങനെ വലിച്ചു നീട്ടി ഉന്തിത്തള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് സുധീരനെ പോലുള്ളവർ അഭിപ്രായം പറയുന്നതും അതുകൊണ്ടാണ് മറ്റുള്ളവർ അതിനെ വിമർശിക്കുന്നതും. വടകരയിലെ UDF സ്ഥാനാർത്ഥി നിർണയം നീളുന്നതിനിടെ നേതൃത്വത്തിനെതിരെ പ്രതിഷേധവുമായി പ്രവർത്തകർ. മുല്ലപ്പള്ളി രാമചന്ദ്രനും ലിസ്റ്റിൽ പേരുണ്ടായിരുന്ന വിദ്യാ ബാലകൃഷ്ണനുമെതിരെ മണ്ഡലത്തിൽ പലയിടങ്ങളിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നതിനാൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന UDF മണ്ഡലം കൺവെൻഷൻ മാറ്റിവെച്ചു. വടകരയിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കാൻ അനുവദിക്കില്ലെന്ന സന്ദേശവുമായാണ് കുറ്റ്യാടിയിലും നാദാപുരത്തുമൊക്കെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. സേവ് കോൺഗ്രസിന്റെ പേരിലാണ് പോസ്റ്ററുകൾ. കോൺഗ്രസ് നേതൃത്വം എതിരാളികൾക്ക് വഴങ്ങിക്കൊടുക്കുകയാണെന്നാണ് ആക്ഷേപം. KPCC അധ്യക്ഷനെതിരെയും പരാമർശമുണ്ട്. ഗ്രൂപ്പ് സമുദായ സമവാക്യങ്ങളുടെ പേരിൽ ദുർബല സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ കൊണ്ടുവന്നാൽ എതിർപ്പ് നേരിടേണ്ടി വരും. മുല്ലപ്പള്ളി മത്സരിക്കാൻ തയ്യാറല്ലാത്ത സ്ഥിതിക്ക് മണ്ഡലത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി വേണമെന്നാണ് ആവശ്യം. RMB കൂടി പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഈ ആവശ്യം ശക്തമായി. ഇന്ന് നടക്കാനിരുന്ന മണ്ഡലം കൺവെൻഷൻ നീട്ടിവെച്ചതോടെയാണ് പ്രതിഷേധം പരസ്യമായത്. നേതാക്കൾ ഡൽഹിയിലായതിനാലാണ് കൺവെൻഷൻ നീട്ടിയതെന്ന് വിശദീകരിക്കുന്നുണ്ടെങ്കിലും അണികൾ തൃപ്തരല്ല. സ്ഥാനാർത്ഥി തർക്കം P. ജയരാജന് ഊർജ്ജമായെന്ന ആക്ഷേപം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വ്യാപകമാണ്. ഇന്നും പ്രഖ്യാപനമുണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങും. വടകരയിൽ നിന്ന് അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. പ്രമോദ് സാവന്ത് ഗോവ മുഖ്യമന്ത്രി. 2 ഘടകകക്ഷികൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനവും നൽകി ഭരണം തുടരാനാണ് BJP തീരുമാനം. സത്യപ്രതിജ്ഞ ഇന്നു രാത്രിയുണ്ടാകും. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, ഗോവയിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ഒരു താൽക്കാലിക വിരാമം ആവുകയാണോ? കോൺഗ്രസിന്റെ പ്രതികരണം എങ്ങനെയാണ് ഇതിനോട്? അമീന, മനോഹർ പരീഖിന്റെ മരണത്തെ തുടർന്നായിരുന്നു ഗോവയെ തിരക്കിട്ട രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടന്നത്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ആ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള BJPയുടെ നീക്കം നടക്കുന്നത്. ഇപ്പോൾ നിയമസഭാ സ്പീക്കറായിട്ടുള്ള പ്രമോദ് സാവന്തിനെ മുഖ്യമന്ത്രിയാക്കുവാനുള്ള നീക്കം തന്നെയാണ് നടക്കുന്നത്. നേരത്തെ സഖ്യകക്ഷികൾ മുഖ്യമന്ത്രി പദത്തിന്റെ അവകാശവാദവും ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇതിനെ രമ്യമായി പരിഹരിക്കാൻ ഇപ്പോൾ BJPക്ക് സാധിച്ചിരിക്കുന്നു. മഹാരാഷ്ട്രവാദി ഗോമാത പാർട്ടി നേതാവ് സുധിൻ ധവാലിക്കറും ഒപ്പം ഗോവ ഫോർവേഡ് പാർട്ടി നേതാവ് വിജയ് സർദാശിയെയും ഉപമുഖ്യമന്ത്രിമാരാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഈ സഖ്യകക്ഷികൾക്ക് തന്നെ, അതായത് ഇപ്പോൾ പറഞ്ഞ പേരുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും പേരുകൾ ഉണ്ടായെങ്കിൽ, നിർദ്ദേശങ്ങൾ ഉണ്ടായെങ്കിൽ അത് സഖ്യകക്ഷികൾക്ക് തന്നെ തീരുമാനിക്കാം. അങ്ങനെ 2 ഉപമുഖ്യമന്ത്രിമാരെ 2 സഖ്യകക്ഷികൾക്ക് നൽകിക്കൊണ്ട് ഭരണ തുടർച്ച എന്നതിലേക്ക് തന്നെയാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസിന് ഒരു അവകാശവാദം ഉന്നയിക്കുന്നതിന് അവസരം നൽകാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്ന് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുവാനുള്ള നീക്കം നടക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഗോവ നിയമസഭയിലെ അംഗബലം അനുസരിച്ച്, അതായത് ആകെ 40 സീറ്റുകളാണ് ഗോവ നിയമസഭയിലുള്ളത്. പക്ഷേ 4 അംഗങ്ങളില്ലാത്ത പശ്ചാത്തലത്തിൽ അത് 36 ചുരുങ്ങി. അവിടെ കോൺഗ്രസിന് 14 അംഗങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഇപ്പോൾ കോൺഗ്രസ് ആണ്. ആ ഒറ്റക്കക്ഷി എന്ന നിലയിലാണ് സർക്കാർ രൂപീകരിക്കുവാനുള്ള അവകാശവാദവുമായി കോൺഗ്രസ് ഗവർണറെ സമീപിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്നുള്ള നീക്കങ്ങളുമായി BJP മുന്നോട്ട് പോകുന്നത്. 2 സഖ്യകക്ഷികളെ ഒപ്പം നിർത്തിക്കൊണ്ട് ഭരണം തുടരുക എന്ന നീക്കത്തിലേക്ക് BJP പോകുമ്പോൾ അത് വിജയിക്കാൻ തന്നെയാണ് സാധ്യത. കോൺഗ്രസിന്റെ നീക്കങ്ങൾ പരാജയപ്പെടുവാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. അമീന, പ്രമോദ് സാവന്ത് ഗോവ മുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞ ഇന്നു രാത്രി തന്നെ ഉണ്ടാകും. വിവരങ്ങളാണ് KP അഭിലാഷ് ഡൽഹിയിൽ നിന്നും നൽകിയത്. മനോഹർ പരീക്കറുടെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. 3 തവണ മുഖ്യമന്ത്രിയും രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയുമായിരുന്ന പരീക്കറിന്റെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, BJP നേതാക്കൾ തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. കുഴഞ്ഞുമറിഞ്ഞ് BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക. തൃശൂർ സീറ്റ് BDJSന് നൽകാൻ തീരുമാനിച്ചതോടെ K. സുരേന്ദ്രൻ മത്സരിക്കുന്ന കാര്യം അനിശ്ചിതത്വത്തിലായി. ശോഭാ സുരേന്ദ്രനും MT രമേശും മത്സരത്തിനില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ പത്തനംതിട്ടയിൽ മാത്രമേ മത്സരിക്കാനുള്ളൂ എന്ന നിലപാടിലാണ് അൽഫോൺസ് കണ്ണന്താനം. പാർട്ടിയിൽ പുതുതായി എത്തിയ KH രാധാകൃഷ്ണൻ ആലപ്പുഴയിലും ടോം വടക്കൻ എറണാകുളത്തും മത്സരിച്ചേക്കും. പത്തനംതിട്ടയോ തൃശൂരോ സാധ്യത കൽപ്പിച്ചിരുന്ന K. സുരേന്ദ്രന് തൃശൂർ ലഭിക്കില്ലെന്ന് ഉറപ്പായി. പത്തനംതിട്ടയിൽ സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയുടെ പേരിനാണ് മുൻതൂക്കം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സുരേന്ദ്രന്റെ പേര് ചർച്ചയാവുന്നുവെങ്കിലും ഇവിടെ മത്സരിക്കാൻ സുരേന്ദ്രന് വ്യക്തിപരമായി താൽപ്പര്യമില്ല. എല്ലാം ഇനി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് പറഞ്ഞൊഴിയുകയാണ് സംസ്ഥാന അധ്യക്ഷൻ. കേരളം 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലമാണ്.
എങ്കിലും നാളെ ലിസ്റ്റ് പരിഗണിച്ച് പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പാർട്ടിയിലേക്ക് പുതിയതായി എത്തിയ KS രാധാകൃഷ്ണനും ടോം വടക്കനും സീറ്റ് നൽകേണ്ടി വരുന്നതാണ് സ്ഥാനാർത്ഥി ചർച്ചകളെ അനിശ്ചിതത്വത്തിൽ ആക്കുന്നത്. ടോം വടക്കൻ എറണാകുളത്തും KS രാധാകൃഷ്ണനെ ആലപ്പുഴയിലും ചാലക്കുടിയിലും പരിഗണിക്കുന്നുണ്ട്. ടോം വടക്കൻ പാർട്ടിയിലേക്ക് വന്ന സാഹചര്യത്തിൽ എറണാകുളം സീറ്റ് BDJS-ൽ നിന്നും BJP ഏറ്റെടുക്കുകയായിരുന്നു. ഇതിനിടെ ടോം വടക്കനും PS ശ്രീധരൻപിള്ളയും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് 18 ഡൽഹി, തിരുവനന്തപുരം. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കും. തൃശൂർ അടക്കം 5 മണ്ഡലങ്ങളിലാണ് BDJS മത്സരിക്കുക. SNDP ഭാരവാഹിത്വം രാജിവെക്കാതെയാകും തുഷാർ ജനവിധി തേടുക. തോറ്റാൽ രാജ്യസഭാ സീറ്റെന്ന വാഗ്ദാനത്തെ തുടർന്നാണ് തുഷാർ മത്സരിക്കാൻ തയ്യാറായത് എന്നാണ് സൂചന. BDJS-ന് മുൻപ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിലുള്ള പ്രതിഷേധമെന്ന നിലയ്ക്കാണ് മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ തുഷാർ വെള്ളാപ്പള്ളി തീരുമാനിച്ചത്. അമിത്ഷായുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച ഉറപ്പ് ലഭിച്ചതായാണ് സൂചന. 8 സീറ്റ് ആവശ്യപ്പെട്ട BDJS-ന് 5 സീറ്റുകളാണ് ലഭിച്ചത്. തൃശൂരിന് പുറമെ വയനാട്, ആലത്തൂർ, മാവേലിക്കര, ഇടുക്കി എന്നീ സീറ്റുകളിലാണ് BDJS മത്സരിക്കുന്നത്. തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കും. ആലത്തൂരും മാവേലിക്കരയും അടക്കം 2 സംവരണ സീറ്റുകളും BDJS-നാണ്. ഇതിൽ ആലത്തൂരിൽ KPMS നേതാവ് TV ബാബുവും മാവേലിക്കരയിൽ തഴവ സഹദേവനും മത്സരിക്കും. ഇടുക്കിയിൽ ബിജു കൃഷ്ണനെയും വയനാട്ടിൽ ആന്റോ അഗസ്റ്റിനെയുമാണ് BDJS ഇറക്കുന്നത്. ലോക്സഭയിലേക്കുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടാൽ മുൻപ് വാഗ്ദാനം ചെയ്തിരുന്ന രാജ്യസഭാ സീറ്റ് തുഷാറിന് ലഭിക്കുമെന്ന ഉറപ്പ് അമിത്ഷാ നൽകിയതായാണ് സൂചന. അതേസമയം ചുമതലകൾ രാജിവെച്ച ശേഷമേ SNDP ഭാരവാഹികൾ മത്സരിക്കാവൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെ ആർക്കെങ്കിലും നിൽക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അവർ ഇതിനകത്ത് നിന്ന് ഒരു രാജ്യം തന്നിട്ട് നിൽക്കുന്നതാണ് സംഘടനയ്ക്ക് അഭികാമ്യമെന്ന് എന്റെ സ്വന്തം നിലയിൽ അഭിപ്രായം ഞാൻ പറഞ്ഞു. ആ അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. മുൻ വാഗ്ദാനം പാലിക്കാമെന്ന ഉറപ്പ് BJP നേതൃത്വത്തിൽ നിന്ന് ലഭിച്ച സാഹചര്യത്തിൽ നിലപാടിൽ വെള്ളാപ്പള്ളി നടേശൻ വിട്ടുവീഴ്ച ചെയ്യുമെന്നാണ് BDJS-ന്റെ പ്രതീക്ഷ. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. ഞാനും കാവൽക്കാരൻ എന്ന പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രചാരണത്തെ കടന്നാക്രമിച്ച് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ ഗംഗായാത്ര. കാവൽക്കാരൻ പണക്കാർക്കൊപ്പം മാത്രമാണ് നിലകൊള്ളുന്നതെന്നും കർഷകർക്കും പാവപ്പെട്ടവർക്കും ഒപ്പമല്ലെന്നും പ്രിയങ്ക വിമർശിച്ചു. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അനുവദിക്കരുതെന്നും സമൂഹത്തിനല്ല ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കാണ് നേട്ടമെന്നും പ്രിയങ്ക പറഞ്ഞു. ഗംഗാനദിയുടെ ഇരുകരകളിലുമുള്ള ജനങ്ങളോട് സംവദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബോട്ട് യാത്ര രാവിലെ അലഹബാദിൽ നിന്ന് തുടങ്ങിയത്. 140 കിലോമീറ്റർ പിന്നിട്ട് ബോട്ട് യാത്ര ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസിയിൽ എത്തും. പശ്ചിമ ബംഗാളിലെ CPM-ന്റെ സിറ്റിംഗ് സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. മുൻ MP ദീപാദാസ് മുൻഷിയാണ് റായ്ഗഞ്ച് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി. CPM PB അംഗം മുഹമ്മദ് സലീമാണ് റായ്ഗഞ്ചിൽ നിന്നുള്ള ലോക്സഭാംഗം. മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിക്കാതെ CPM-ന് പിന്തുണ നൽകുന്നതിൽ പ്രതിഷേധിച്ച് ദീപ് പാർട്ടി വിടുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു. 25 മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെയാണ് എല്ലാ മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 1634 വോട്ടുകൾക്കാണ് ദീപാദാസ് മുൻഷി മുഹമ്മദ് സലീമിനോട് പരാജയപ്പെട്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തിറങ്ങി. ഇന്നു മുതൽ 25 വരെ പത്രിക സമർപ്പിക്കാം. 28 പിൻവലിക്കാനുള്ള അവസാന തീയതി. ഏപ്രിൽ 11 ആദ്യഘട്ട വോട്ടെടുപ്പ്. 20 സംസ്ഥാനങ്ങളിലെ 91 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള വിധിയെഴുത്താണ് ആദ്യഘട്ടത്തിൽ നടക്കുക. വഴിക്കോലി സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ സംസ്കാര ചടങ്ങിനെ ചൊല്ലി സംഘർഷാവസ്ഥ. യാക്കോബായ വികാരിയെ സംസ്കാര ചടങ്ങിൽ പങ്കെടുപ്പിക്കാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ മൃതദേഹം വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുപോയി. യാക്കോബായ സഭാ വിശ്വാസിയായ സാറാമ്മയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനെ ചൊല്ലിയാണ് വരിക്കോലി പള്ളിയിൽ തർക്കമുണ്ടായത്. സംസ്കാര ചടങ്ങുകൾക്കായി യാക്കോബായ സഭാ വികാരികളെ കൂടി സെമിത്തേരിയിലേക്ക് പ്രവേശിപ്പിക്കണമെന്നാണ് കുടുംബാംഗങ്ങളുടെയും വിശ്വാസികളുടെയും ആവശ്യം. ഇത് അംഗീകരിക്കാൻ ഓർത്തഡോക്സ് വിഭാഗം തയ്യാറായില്ല. ഓർത്തഡോക്സ് സഭാ വികാരിയായ ഫാദർ വിജു ഏലിയാസിനാണ് പള്ളിയിൽ ചടങ്ങുകൾ നടത്താൻ അധികാരമുള്ളത്. മരണാനന്തര ചടങ്ങുകൾക്കായി ഇരുസഭകൾക്കും സെമിത്തേരിയിലേക്ക് പ്രവേശിക്കാമെന്നാണ് യാക്കോബായ വിശ്വാസികളുടെ വാദം. അവരുടെ വിശ്വാസം അനുസരിച്ച് സെമിത്തേരിയിൽ മൃതദേഹം പ്രാർത്ഥനകൾ നടത്തി, ആരാധനകൾ നടത്തി സംസ്കരിക്കാവുന്ന രീതിയിലാണ് അത് ഓർഡർ വന്നിരിക്കുന്നത്. അതിന് ക്ലാരിറ്റി ഇല്ല, വ്യക്തതയില്ല എന്നൊക്കെ ഒരു മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അത് ഒരു പ്രിയപ്പെട്ട സഹോദരി മരിച്ചിട്ട് മൃതദേഹം വെച്ചിട്ട് വിലപേശുകയാണ്. സംസ്കാരം നടത്താൻ അനുവദിക്കാമെന്നും ചടങ്ങുകൾ നടത്താനുള്ള അധികാരം യാക്കോബായ സഭാ വികാരികൾക്കില്ലെന്നുമാണ് ഓർത്തഡോക്സ് വിഭാഗം പറയുന്നത്. അവരുടെ വികാരിക്കോ
ഇവിടെ കയറി ശവസംസ്കാരം നടത്താനായിട്ട് നിയമപരമായിട്ട് അവകാശമില്ല. നിയമപരമായിട്ട് ഈ പള്ളിയുടെ വികാരി ഞാനാണ്. ഈ മരണത്തെ സംബന്ധിച്ച് എന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല. അനധികൃതമായി ഈ പള്ളിയുടെ സെമിത്തേരിയിൽ ഒരു മൃതശരീരം സംസ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഡയറക്ഷന് അതിന്റെ നഗ്നമായ ലംഘനമാണ്. സെമിത്തേരിയിൽ തുല്യാവകാശമുണ്ടെന്നും സംസ്കാരം യാക്കോബായ സഭാ വികാരികളുടെ നേതൃത്വത്തിൽ തന്നെ നടത്തുമെന്നും യാക്കോബായ സഭാ വിശ്വാസികൾ പറയുന്നു. തർക്കത്തെ തുടർന്ന് സാറാമ്മയുടെ മൃതദേഹം വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുപോയി. വീണ്ടും കോടതിയെ സമീപിക്കാനാണ് യാക്കോബായ വിഭാഗത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ വ്യാജ ബാങ്ക് രേഖകൾ ചമച്ചെന്ന കേസിൽ പ്രതിയായ ഫാദർ പോൾ തേലക്കാട്ടിനെ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കണമെന്ന് ഇന്ത്യൻ കാത്തലിക് ഫോറം. ഇല്ലെങ്കിൽ സമരവുമായി തെരുവിലിറങ്ങുമെന്നും ഫോറം വ്യക്തമാക്കി. ഏതാനും വൈദികർ നൽകിയ രേഖകൾ കൈമാറുക മാത്രമാണ് ചെയ്തതെന്നാണ് പോൾ തേലക്കാട്ടിന്റെ നിലപാട്. ജനുവരി 7-ന് കാക്കനാട് സിറോ മലബാർ സഭ ആസ്ഥാനത്ത് നടന്ന സഭാ സിനഡിൽ കർദിനാളിന്റെ പേരിലുള്ള വ്യാജ ബാങ്ക് അക്കൌണ്ട് രേഖകൾ നൽകി മാർ ജോർജ് ആലഞ്ചേരിയെ അഴിമതിക്കാരനായി അപമാനിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഫാദർ പോൾ തേലക്കാടിനെതിരെയുള്ള പരാതി. സിറോ മലബാർ ഇന്റർനെറ്റ് മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോബി മാപ്രക്കാവിലാണ് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് തേലക്കാട്ടിനെ പുറത്താക്കണമെന്ന് ഇന്ത്യൻ കാത്തലിക് ഫോറം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ സത്യദീപത്തിന്റെ ഇംഗ്ലീഷ് പത്രാധിപ സ്ഥാനത്തു നിന്ന് അടിയന്തരമായി നീക്കം ചെയ്യുക എന്നുള്ളതാണ് സഭ ആദ്യമേ ചെയ്യേണ്ടത്. എന്നാൽ ഏതാനും വൈദികർ തന്നെ ഏൽപ്പിച്ച രേഖകൾ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് നേരിട്ട് നൽകുകയായിരുന്നുവെന്നും ഇതിൽ കേസെടുത്തതെന്തിനെന്നറിയില്ലെന്നും ഫാദർ പോൾ തേലക്കാട് പറഞ്ഞു. ഭൂമി ഇടപാട് സംബന്ധിച്ച വത്തിക്കാൻ നടപടികൾ അന്തിമഘട്ടത്തിലായിരിക്കെയാണ് പുതിയ നീക്കം. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം വേങ്ങരയിൽ വെസ്റ്റ് നൈൽ രോഗം സ്ഥിരീകരിച്ച 6 വയസ്സുകാരൻ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മുഹമ്മദ് ഷാനാണ് മരിച്ചത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗം പടരാതിരിക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. അത്യപൂർവമായ വെസ്റ്റ് നൈൽ രോഗത്തെ തുടർന്നാണ് 6 വയസ്സുകാരന്റെ മരണമെന്നാണ് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. പനിയെ തുടർന്ന് കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന കുട്ടിയെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. ഇന്ന് പുലർച്ചെ 3:30 മരണം. അത് ഓട്ടോണോമസ് സിസ്റ്റത്തിനെ ബാധിക്കുമ്പോൾ ഇടയ്ക്ക് അങ്ങനെ കോംപ്ലിക്കേഷൻ വരാം. അപ്പോൾ കുട്ടിക്ക് വെൻട്രിക്കുലാർ ടാക്കിക്കാർഡിയ എന്നുള്ള ഇത് വന്നിട്ട് കാർഡിയാക് അറസ്റ്റ് വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷികളിൽ നിന്നുള്ള വൈറസ് കൊതുകുകളിലൂടെയാണ് മനുഷ്യനിലേക്ക് എത്തുന്നത്. നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതിനാലാണ് രോഗം മാരകമാകുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. സ്പ്രെഡ് ആയിട്ടില്ല. ഇറ്റ് വാസ് ഹൈലി ലോക്കലൈസ്ഡ് ആ ഒരു ഏരിയയിൽ. അസുഖത്തെക്കുറിച്ച് പഠിക്കാനെത്തിയ കേന്ദ്ര സംഘം മലപ്പുറത്ത് തുടരുകയാണ്. പ്രദേശത്ത് നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ പൂനെക്ക് അയച്ചിട്ടുണ്ട്. മറ്റാർക്കും ഇതുവരെ ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുമില്ല. ന്യൂസ് 18 മലപ്പുറം. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലയ്ക്കൽ സംഘർഷത്തിനിടെ ബൈക്കുകൾ തകർത്ത സംഭവത്തിൽ പോലീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. അതിക്രമം കാട്ടിയ എല്ലാ പോലീസുകാരെയും കണ്ടെത്താനായില്ലെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. വിഷയത്തിൽ പോലീസിന്റെ കാര്യക്ഷമതയിൽ സംശയമുണ്ടെന്നും മറ്റ് ഏജൻസികൾക്ക് അന്വേഷണം കൈമാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായും കോടതി വ്യക്തമാക്കി. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് 14 ഹർജികളിൽ 10 തീർപ്പാക്കി. ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം വിലക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി കേൾക്കാൻ കോടതി വിസമ്മതിച്ചു. ശബരിമലയിൽ സ്ഥിതിഗതികൾ ശാന്തമാണെന്നും വീണ്ടും അസ്വസ്ഥത സൃഷ്ടിക്കരുതെന്നും ഹർജിക്കാരനോട് കോടതി പറഞ്ഞു. സംവിധായകൻ റോഷൻ ആൻഡ്രൂസിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വിലക്ക്. നിർമ്മാതാവ് ആൽവിൻ ആന്റണിയുടെ വീട് ആക്രമിച്ചെന്ന പരാതിയിലാണ് നടപടി. റോഷനെതിരെ ആൽവിനും കുടുംബവും ഡിജിപിക്ക് പരാതി നൽകി. നിർമ്മാതാവ് ആൽവിൻ ആന്റണിയുടെ പരാതിയെ തുടർന്നാണ് റോഷൻ ആൻഡ്രൂസിന് വിലക്കേർപ്പെടുത്താൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചത്. റോഷനുമായി സഹകരിക്കുന്ന നിർമ്മാതാക്കളോട് സംഘടനാ നേതൃത്വവുമായി ബന്ധപ്പെടാൻ നിർദ്ദേശിച്ചതായി പ്രസിഡന്റ് സുരേഷ് കുമാർ. ഞങ്ങളുമായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ ഇവിടുത്തെ ഏതെങ്കിലും പ്രൊഡ്യൂസർ അദ്ദേഹത്തിനെ വെച്ച് പടം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് എന്തായാലും നടപ്പിൽ വരുത്തി കഴിഞ്ഞ് ഞങ്ങൾ ലെറ്റർ പൊക്കഴിഞ്ഞു. വെള്ളിയാഴ്ച രാത്രി റോഷൻ ആൻഡ്രൂസ് സംഘവും വീടാക്രമിച്ചെന്നാണ് ആൽവിന്റെ പരാതി. റോഷൻ ആൻഡ്രൂസിന്റെ സഹസംവിധായകനായ മകൻ ആൽവിൻ ജോൺ ആന്റണി ആക്രമിക്കാനാണ് സംഘം എത്തിയത്. വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് കാരണം. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും പോലീസിന് കൈമാറിയിട്ടുണ്ട്. കർശന നടപടിയെടുക്കുമെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ പറഞ്ഞതായി ആൽവിൻ ആന്റണിയുടെ ഭാര്യ ലീന. ഞങ്ങൾക്ക് പൂർണ്ണ സുരക്ഷ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കും എൻ്റെ മോനും എൻ്റെ 12 വയസ്സുള്ള കുഞ്ഞിനും ഞങ്ങളുടെ കുടുംബത്തിനും വേണ്ടി പൂർണ്ണ സംരക്ഷണം നൽകാമെന്ന് പോലീസിൽ നല്ല വിശ്വാസമുണ്ട്. ഭാരവാഹികളായ സുരേഷ് കുമാർ, രഞ്ജിത്ത്, സന്ദീപ് സേനൻ എന്നിവർക്കൊപ്പമെത്തിയാണ് ആൽവിനും കുടുംബവും പരാതി നൽകിയത്. അതേസമയം ആക്രമണ വാർത്തകളെ റോഷൻ ആൻഡ്രൂസ് നിഷേധിച്ചു. റോഷന്റെ പരാതിയിൽ ആൽവിൻ ജോൺ ആന്റണിക്കും സുഹൃത്തിനുമെതിരെ എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.
തിരുവനന്തപുരം ശ്രീവരാഹം കൊലക്കേസിലെ മുഖ്യപ്രതി അർജുൻ പോലീസ് പിടിയിൽ. പുലർച്ചെ തമ്പാനൂരിൽ നിന്നാണ് അർജുൻ പിടിയിലായത്. തലസ്ഥാന നഗരത്തിൽ ഗുണ്ടാവിളയാട്ടം തുടരുകയാണ്. കഴക്കൂട്ടത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ച ഗുണ്ടാ സംഘത്തലവൻ പോലീസ് വലയിലായി. മറ്റ് തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ഒരുപാട് സിനിമകളിൽ ഒന്നിച്ചഭിനയിച്ച മാള അരവിന്ദന്റെ വീട്ടിലാണ് അപ്രതീക്ഷിത അതിഥിയായി ഇന്ന് ഇന്നസെന്റ് എത്തിയത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇന്നസെന്റിന്റെ മാളയിലെ പ്രചാരണങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു മാള അരവിന്ദൻ. ഇരിഞ്ഞാലക്കുടക്കാരൻ ഇന്നസെന്റ് എക്കാലത്തും രാഷ്ട്രീയം ഒപ്പം കൊണ്ടു നടന്നപ്പോൾ മാളക്കാരൻ അരവിന്ദന് സിനിമ തന്നെയായിരുന്നു ജീവിതം. എങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്നസെന്റിന്റെ കൺവെൻഷനിലും യോഗങ്ങളിലും അരവിന്ദൻ നിറസാന്നിധ്യമായി. അരവിന്ദൻ വിടവാങ്ങിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇന്നസെന്റ് ഓർക്കുന്നത് ഇങ്ങനെ: പിന്നെ എനിക്ക് അരവിന്ദനോട് അങ്ങനെ നീ വോട്ട് ചെയ്യണമെന്നോ നിന്റെ കുടുംബം വോട്ട് ചെയ്യണമെന്നോ പറയേണ്ട കാര്യമില്ല. കാരണം അത്രയും അടുപ്പവും കാര്യങ്ങളുള്ള ആൾക്കാരാണ്. ചാലക്കുടിയിലെ വീട്ടിൽ അപ്രതീക്ഷിതമായി എത്തിയ അതിഥിയെ മാള അരവിന്ദന്റെ ഭാര്യ ഗീതയും മകൻ കിഷോറും ചേർന്ന് സ്വീകരിച്ചു. ഇവിടെ ഇരുന്നിട്ടൊക്കെ നാട്ടിലുള്ള അച്ഛൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ ഇപ്പോൾ പറയുമായിരുന്നു ഇന്നസെന്റ് അറിയാലോ, അതിപ്പോൾ ഇന്നസെന്റിന് വോട്ട് ചെയ്യണം എന്നൊക്കെ അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ ആളെന്നുള്ള നിലയ്ക്കും പ്രത്യേകിച്ച് കൂട്ടുകാരനാണ്. പഴയ കാലത്ത് ഞങ്ങളും എപ്പോഴും കാണുന്ന ആൾക്കാരാണ്, ഷൂട്ടിങ്ങിനായിട്ടും അല്ലാതെയും. അരമണിക്കൂറോളം അരവിന്ദന്റെ വീട്ടിൽ ചെലവിട്ടാണ് ഇന്നസെന്റ് മടങ്ങിയത്. ന്യൂസ് 18 തൃശൂർ. അതിർത്തിയിൽ നിയന്ത്രണ രേഖ ലംഘിച്ച് പാകിസ്ഥാൻ നടത്തിയ വെടിവയ്പിൽ ഒരു ജവാൻ കൊല്ലപ്പെട്ടു. രജൌരി ജില്ലയിൽ പുലർച്ചെയുണ്ടായ വെടിവയ്പിൽ 3 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണ രേഖയിൽ സുന്ദർബനി സെക്ടറിൽ ഷെല്ലുകളും മോർട്ടാറുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഇന്ത്യൻ സൈന്യം ശക്തമായ തിരിച്ചടി നൽകി. നെതർലൻഡ്സിൽ ട്രാം ട്രെയിനിൽ നടന്ന വെടിവയ്പിൽ ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കുണ്ട്. നെതർലൻഡ്സിലെ യുട്രെറ്റ് നഗരത്തിലെ ഒക്ടോബർ പ്ലെയിൻ 24 ജംഗ്ഷനിലാണ് അജ്ഞാതൻ വെടിവെച്ചത്. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയായിരുന്നു വെടിവെപ്പ്. അക്രമിയെ പിടികൂടിയിട്ടില്ല. തീവ്രവാദ വിരുദ്ധ സേന സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിമാനത്താവളം അടച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് ഡച്ച് പ്രധാനമന്ത്രി മാർക്ക് റൂട്ട് അറിയിച്ചു.